CMRL പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് പറയുകയുണ്ടായി. ഇതിനു മുമ്പ് ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ PV എന്ന പരാമർശവും PV എന്നാൽ പിണറായി വിജയനാണ് എന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോൾ ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്ന് യാതൊരു ഉളുപ്പും മാനവും ഇല്ലാതെ നാഴികയ്ക്ക് 40 വട്ടം, ഇപ്പൊ അദ്ദേഹം അധികം പറയുന്നില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു, PV ആരൊക്കെ ആകാം, ആ PV ഞാനല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഞാൻ അതിന് മറുപടിയായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി പറയാനോ പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനോ പിണറായി വിജയനോ CPMO തയ്യാറായിട്ടില്ല. അവരത് അവിടെ വിട്ടു. ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ SFIയുടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത, കാരണം കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ CPMനോ ഉണ്ട്. വീണ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ അഴിമതിക്കാരനും കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയും, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി 8 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ, നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി, ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യം എനിക്ക് തോന്നുന്നത്, കേരളം ഈ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാണുന്ന അവസ്ഥയിലാണുള്ളത്. ടോം ആൻഡ് ജെറി കാർട്ടൂണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും പ്രേക്ഷകരെ കൊണ്ടുവരുന്നതും ഈ ടോം ജെറിയെ പിടിക്കും എന്ന അവസ്ഥ, അടുത്ത മൊമെന്റില് ടോം ജെറിയെ പിടിക്കാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് ജെറിയെ വീണ്ടും റിലീസ് ചെയ്യും, ജെറിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും അങ്ങനെ ടോം വീണ്ടും മണ്ടനും പൊട്ടനുമായി വീണ്ടും ജെറിയുടെ പിന്നാലെ പോവുകയും പിന്നീട് വീണ്ടും ജെറിയെ കൊടുക്കാൻ വേണ്ടി അടുത്തു വന്ന് ജെറി ഇപ്പൊ പിടിക്കപ്പെടും എന്ന നിലയിലാകുമ്പോൾ വീണ്ടും ജെറിയെ രക്ഷപ്പെടുത്തുകയും ജെറി വീണ്ടും ആയുസ് നീട്ടി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഏറ്റെടുത്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് ജോസഫ് ബാർബറയുടെയും അതുപോലെ വില്യം ഹന്നയുടെയും, അവരാണ് എന്റെ സംവിധായകർ എന്ന് പറയുന്നത്. ടോം ആൻഡ് ജെറിയുടെ സംവിധായകരവരാണ്. ഈ SFIയുമായി ED ആയി CBI ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ. ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ്. നിലവില് SFIയോ BJPക്ക് വേണ്ടി ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു. അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്.
അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് DGP ആയി സ്ഥാനക്കയറ്റം കൊടുത്തത്. കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിയുടെ പേരിൽ CPM എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് അഴച്ചാൽ അങ്ങോട്ട് പോകും. എന്തിനാണ് CPM എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത്? പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ. ഞാനത് പറയാൻ കാരണം, ഞാൻ വെറുതെ പറയുന്നത്, ഇത് എൻ്റെ കയ്യിലുള്ളത് ജാനുവരി 31 അവർ SFI അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ്. ആ ഓർഡറിൽ നൗ therefore in the exercise of power conferred under so and so the following officers are designated as inspectors to carry out the investigation എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിനു ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവിജിലേറ്റിംഗ് ഓഫീസർ shall complete the investigation and submit their report within 8 months to the central government. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട SFI അന്വേഷണം എന്തുകൊണ്ടാണ്? പണമിടപാട് നടത്തിയത് എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിയുമായാണെന്ന് SFIയുടെ കണ്ടെത്തൽ പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും മകളും CMR-ൽ നിന്ന് പണം വാങ്ങി എന്നടക്കമുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നീളുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു മാത്യു കുഴൽനാടൻ.